സ്വകാര്യ സ്വത്ത് സംരക്ഷണത്തിന് ഓർഡിനൻസ് ഇറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കൽ ഓർഡിനൻസ് 2019 കൊണ്ടുവരും. ഹർത്താൽ, ബന്ദ്, വർഗീയ സംഘർഷം തുടങ്ങിയവയിൽ സ്വത്ത് നശിപ്പിച്ചാൽ അത് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യമായ കുറ്റമാക്കും. നാശനഷ്ടമുണ്ടാക്കിയാൽ അക്രമം നടത്തിയവരിൽ നിന്ന് തന്നെ തുക ഈടാക്കും. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കൽ തടയൽ ഓർഡിനൻസ് 2019 എന്ന പേരിൽ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുകയാണ്. വർഗീയ സംഘർഷങ്ങളുടെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കുക, ഹർത്താലും ബന്ധും മറ്റും നടത്തിക്കൊണ്ട് സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുക, ഇതൊക്കെ വർഗീയ സംഘർഷത്തിന്റെ ഭാഗമായിട്ടായാലും ഹർത്താലിന്റെയും ബന്ദിന്റെയും മറ്റും ഭാഗമായിട്ടായാലും സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് സമാനമായ കുറ്റമെന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണ്. നഷ്ടപരിഹാരം അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരിൽ നിന്ന് തന്നെ ഈടാക്കുന്നതിനുള്ള ഇടപെടലും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. മിന്നൽ ഹർത്താലിനെതിരെ ഹൈക്കോടതി. ഹർത്താൽ നടത്തുന്നതിന് 7 ദിവസം മുൻപ് പ്രഖ്യാപിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. നാശനഷ്ടങ്ങൾക്കും അക്രമങ്ങൾക്കും ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്തം. ഹർത്താലും സമരങ്ങളും മൌലികാവകാശങ്ങളെ ബാധിക്കരുതെന്നും കോടതി ഉത്തരവിട്ടു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് CN പ്രകാശ് ചേരുകയാണ്. പ്രകാശ്, ഹർത്താലാകാം, പക്ഷേ അതൊരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ, അവരുടെ മൌലികാവകാശങ്ങൾ ചോദ്യം ചെയ്യുന്ന തരത്തിലാകരുത്. 7 ദിവസം മുൻപെങ്കിലും പ്രഖ്യാപിക്കണമെന്നതാണോ കോടതി ഉത്തരവ്? തീർച്ചയായും മിന്നൽ ഹർത്താലിനാണ് ഹൈക്കോടതി തടയിട്ടിരിക്കുന്നത്. ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നവർ 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഹർത്താലിനിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം അത് ആഹ്വാനം ചെയ്യുന്ന പാർട്ടികളും സംഘടനകളും അവരിൽ നിന്നും ഈടാക്കണമെന്നും ആണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹർത്താലുകൾ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സർക്കാരിനോട് കോടതി ആവശ്യപ്പെടുകയുണ്ടായി. ഹർത്താലിന് 7 ദിവസം മുമ്പ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നോട്ടീസ് നൽകുകയാണ് വേണ്ടത്. നോട്ടീസ് നൽകി കഴിഞ്ഞാൽ ഹർത്താലിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കോടതിയെ സമീപിക്കാം. ഹർത്താലിൽ ഉണ്ടാകുന്ന നാശനഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ആഹ്വാനം ചെയ്യുന്നവർക്കാണ്. ഇവരിൽ നിന്നും പണം ഈടാക്കണമെന്നും സമരങ്ങൾ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ തടയുന്നതാകരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർത്താലുകൾ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാവണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കോടതിക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് എന്ന് കോടതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഹർത്താലിനെതിരെ അദ്ദേഹം ശക്തമായ വിമർശനങ്ങളും ഉന്നയിക്കുകയുണ്ടായി. മറ്റു വാർത്തകളിലേക്ക്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. 10% സംവരണമാണ് ഏർപ്പെടുത്തുക. 8 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് സംവരണം ലഭ്യമാകും. വിശദാംശങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, എത്രത്തോളം വലിയൊരു തീരുമാനമാണ് ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്? ദിവ്യ, തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ മന്ത്രിസഭാ യോഗത്തിലാണ് ഇന്ന് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. രാജ്യത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനത്തിനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന തീരുമാനമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെ ഈ വിഷയം പാർലമെന്റിൽ എങ്ങനെ അവതരിപ്പിക്കും എന്നതാണ് നിർണായകമാകുന്നത്. ഒരുപക്ഷെ ശൈത്യകാല സമ്മേളനം 2 ദിവസത്തേക്ക് കൂടി നീട്ടിവെച്ചേക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബില്ലായി സഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്ത പക്ഷം ഓർഡിനൻസ് ഇറക്കുവാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. 3-2 ഭൂരിപക്ഷം ലഭിച്ചുവെങ്കിൽ മാത്രമാണ് ഭരണഘടനാ ഭേദഗതി പാർലമെന്റിന് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പിന്തുണ ലഭിക്കുമോ എന്നുള്ളതാണ് സുപ്രധാനമായ വിഷയം. അതേസമയം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം നേരത്തെ ഇടതുപക്ഷവും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. CPIM വളരെ നേരത്തെ തന്നെ മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തണം എന്ന് ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ എത്ര ശതമാനം സംവരണം ഏർപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നില്ല. ഇപ്പോൾ ഇടത് MPമാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ അടക്കം ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്ന സമീപനമുണ്ടാകും. എന്നാൽ മറ്റ് കാര്യങ്ങൾ കൂടി, ഏത് നിലയിലുള്ള സംവരണമാണ്, എന്തൊക്കെ ഭാഗങ്ങളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നത്
പ്രചരിപ്പിക്കുക എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും വിഭിന്നമായൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യതയില്ല. അതേസമയം ദളിത് വിഭാഗങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിളിനെ അനുസരിച്ചുള്ള സാമൂഹ്യ സംവരണത്തെ അട്ടിമറിക്കുന്ന സമീപനമാണ് സാമ്പത്തിക സംവരണം എന്നതാണ് ദളിത് വിഭാഗങ്ങളുടെ ആക്ഷേപം. ഹാർദിക് പട്ടേലിനെ പോലെയുള്ള നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ലോലിപോപ്പ് തീരുമാനം എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ ഹാർദിക് പട്ടേൽ വിമർശിച്ചത്. ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ ഏത് നിലയിലായിരിക്കും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സമീപിക്കുക എന്നതും വരും ദിവസങ്ങളിൽ നിർണായകമാകും. ദിവ്യ. ശരി അഭിലാഷ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്കാണ് സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം വന്നിരിക്കുന്നത്. 10% സംവരണമാണ് ഇവർക്ക് ഏർപ്പെടുത്തുക. 8 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് സംവരണം ലഭ്യമാകും. വിശദാംശങ്ങളാണ് KP അഭിലാഷ് നൽകിയത്. അതേസമയം മുന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലുള്ള സംവരണത്തിൽ കൈവയ്ക്കരുത്. സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിൽ നേരത്തെ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തില് മുന്നോക്ക വിഭാഗത്തില് 10% സംവരണം ദേവസ്വം ബോർഡിൽ കൊടുക്കുന്ന നില LDF ഗവൺമെന്റ് സ്വീകരിച്ചത്. അത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നുവെങ്കിൽ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ നിലവിലുള്ള സംവരണത്തിന്റെ മേലെ കൈവെക്കാൻ പാടില്ല. അത് അവർ നേരത്തെ തുടങ്ങിയതാണ്, അത് ചെയ്യാൻ പാടില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം സ്വാഗതാർഹമെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. പൊതുവെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വാഗതം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്ക് അതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഭരണഘടനാപരമായ ഭേദഗതി ആവശ്യമാണ്. അത് പൊതുവേ സ്വീകാര്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടി അടക്കം എല്ലാ പാർട്ടികളും ഈ കാര്യത്തെ സംബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, ദാരിദ്ര്യമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സാമൂഹികമായിട്ടുള്ള സുരക്ഷിതത്വവും പരിരക്ഷയും കൊടുക്കണമെന്നുള്ളത് പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് BJP. ലോക്സഭയിൽ BJP അംഗം നിഷികാന്ത് ദുബെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടു. तक लगातार CPM हत्या और गुंडागर्दी की राजनीति कर रही है. मेरा आपके माध्यम से केंद्र सरकार से आग्रह है कि हमारे अभी जो त्रिपुरा में हार होने के बाद CPM को जो दिखाई दे रहा है कि हम केरल में सरकार बनाएंगे, उसके कारण हमारे वरिष्ठ नेता पर इस तरह का मारने, हत्या की साजिश हो रही है. एक जुडिशियल कमीशन बनाया जाए. 47 से लेकर 2009 तक क्यों RSS के और भारतीय जनता पार्टी के कार्यकर्ता मारे जा रहे हैं और वहां के मुख्यमंत्री को इमीडिएट बर्खास्त करके वहां राष्ट्रपति शासन लगाया है. വിരട്ടലിന്റെ കാലം കഴിഞ്ഞുവെന്ന് BJPയോട് മുഖ്യമന്ത്രി. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടപ്പാകാത്തതിൽ BJPക്ക് നിരാശയുണ്ട്. അക്രമം നടത്തിയ ശേഷം കേരളത്തിൽ ക്രമസമാധാനം തകർന്നുവെന്ന് പ്രചരിപ്പിക്കുകയാണ്. അത്തരം പ്രചാരവേലകൾ നടപ്പാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പട്ടാപ്പകൽ കൊല നടത്തിയ ആളുകളെ പോലും പിടിക്കാൻ തയ്യാറാകാത്ത ഭരണ സംവിധാനം ഇവരുടെ തന്നെ നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങളിലും നടക്കുകയില്ലേ? ആ സംരക്ഷണം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് ഈ കേരളത്തിൽ കിട്ടുമെന്ന് വ്യാമോഹിക്കണ്ട. അതിനാണ് പുറപ്പെടുന്നതെങ്കിൽ അതിവിടെ നടക്കില്ല എന്നത് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ വിരട്ടല് അതൊന്നും ഇങ്ങോട്ട് വേണ്ട. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി. അതിനൊന്നുള്ള ശേഷിയും നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കണം. പാർലമെന്റിൽ കേരളത്തെക്കുറിച്ച് BJP ഉന്നയിക്കുന്നത് നിലവാരമില്ലാത്ത ആരോപണങ്ങളെന്ന് മന്ത്രി EP ജയരാജൻ. പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുകയാണ് BJP. RSSനെ നിരോധിക്കണം. ഹർത്താലിനെ സംബന്ധിച്ച ഹൈക്കോടതി നിരീക്ഷണം ജനപക്ഷത്ത് നിന്നുള്ളതാണെന്നും ഇത് തള്ളിക്കളയാനാകില്ലെന്നും EP ജയരാജൻ കോഴിക്കോട് പറഞ്ഞു. ഇവിടെ അക്രമം നടത്തിയ ആളുകളെ തല്ലിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും കുത്തിക്കൊല്ലുകയും മാധ്യമക്കാരെ മുഴുവൻ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് നടപടിയെടുക്കുന്നു. അതിനെതിരായിട്ടുള്ളതാണ് ഈ പാർലമെൻറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗം. അതിനാണ് പാർലമെൻറ്റിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിനെയും നിയമസഭകളെയും ദുരുപയോഗപ്പെടുത്തി രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുന്നത് BJP സംഘപരിവാറുമാണ്. രാജ്യത്തിലെ ഫാസിസ്റ്റ് ഭീകര സംഘടനയാണ് RSS സംഘപരിവാർ BJP. ആദ്യം ഇന്ത്യയിൽ നിരോധിക്കേണ്ടത് RSSനെയും സംഘപരിവാറിനെയുമാണ്.
കേരളത്തിൽ രാഷ്ട്രപതി ഭരണത്തിന്റെ ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബിജെപിയും സിപിഎമ്മും സംസ്ഥാനത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അവസാനിപ്പിച്ചാൽ മതി. 2 വർഷം കഴിഞ്ഞാൽ പിണറായി സർക്കാരിനെ ജനങ്ങൾ ബാലറ്റിലൂടെ പുറത്താക്കും. ലോക്സഭയിൽ കേരളത്തെക്കുറിച്ച് അറിയാത്തയാളാണ് രാഷ്ട്രപതി ഭരണം വേണമെന്ന് പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രാഷ്ട്രപതി ഭരണത്തിൻ്റെ ഒരാവശ്യം ഇപ്പോൾ ഇവിടെ കേരളത്തിലില്ല. പിന്നെ ഈ ഗവൺമെൻറ്റിനെ മാറ്റാൻ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് 2 വർഷം കഴിയുമ്പം ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ ബാലറ്റിലൂടെ തന്നെ പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് ഏതായാലും BJPയുടെ ഒരു കേന്ദ്ര ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമില്ല. കേരളത്തിൽ കേന്ദ്രം ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ക്രമസമാധാന നില തകർന്നെങ്കിലും രാഷ്ട്രപതി ഭരണത്തിന്റെ ആവശ്യമില്ല. BJPയുടേത് അതിമോഹമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. കേന്ദ്രം ഇടപെടേണ്ട ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മോശമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് ഉത്തരവാദി ആരാണ്? അതിന് ഉത്തരവാദി BJPയും CPM തന്നെയാണ്. അതുകൊണ്ട് ആ കാരണം വെച്ചുകൊണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള ആളാണ് പറയുന്നത് കേന്ദ്രഭരണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇവർ രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിളാണ്. കേന്ദ്രഭരണത്തിനൊന്നും സമയം അവിടെ ആയിട്ടില്ല. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, വളരെ മോശമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തില്ലാത്ത രൂപത്തിൽ തകർന്നിരിക്കുന്നു. അത് ശരിയാണ്. പക്ഷേ കേന്ദ്രം ഇടപെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. അത് BJPയുടെ ഭാഗത്തുള്ള അതിമോഹമായിട്ട് മാത്രമേ അതിന് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. BJPയുടെ ആവശ്യങ്ങൾ വങ്കത്തരമെന്ന് KC വേണുഗോപാൽ MP പ്രതികരിച്ചു. അക്രമത്തിലൂടെയല്ല ശബരിമല വിഷയത്തിന് പരിഹാരമുണ്ടാക്കേണ്ടതെന്നും നിയമനിർമ്മാണം നടത്തുകയാണ് വേണ്ടതെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. ശബരിമല ഇഷ്യൂ പരിഹരിക്കേണ്ടത് അക്രമത്തിലൂടെയല്ല. അതിന് കേരള സമൂഹത്തിന്റെ പിന്തുണയുമില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സഭയിൽ ആവശ്യപ്പെട്ടു ഇതിനുള്ള യഥാർത്ഥ പരിഹാരം നിയമനിർമ്മാണമാണ്. അതിന്റെ അതിൽ നിന്ന് BJP പിന്നോട്ട് വന്ന് അതിനെക്കുറിച്ച് അക്ഷരം മിണ്ടുന്നില്ലല്ലോ. BJP ശ്രമിക്കേണ്ടത് അതിന് പകരം അവർ സംസ്ഥാനത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ട് അക്രമങ്ങൾ നടത്തണം. അക്രമം നടത്തുന്ന 2 കൂട്ടരുണ്ട്, BJP ഉണ്ട്, CPM ഉണ്ട്. BJPക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനേ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം BJPയുടെ വാദങ്ങൾ ഏറ്റവും വലിയ വങ്കത്തരമാണ്. അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ സമാപിക്കാനിരിക്കെ റഫേൽ വിഷയത്തിൽ ലോക്സഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. HAL-ന് 1 കോടി രൂപയുടെ കരാർ നൽകിയിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ആവർത്തിച്ചു. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡിന് 1 ലക്ഷം കോടി രൂപയുടെ കരാർ നൽകിയെന്നതിന്റെ രേഖകൾ പാർലമെന്റിൽ ഹാജരാക്കുന്നില്ലെങ്കിൽ പ്രതിരോധ മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാരോപിച്ച് KC വേണുഗോപാൽ അവകാശ ലംഘനത്തിന് ലോക്സഭയിൽ നോട്ടീസും നൽകി. ഈ പശ്ചാത്തലത്തിലാണ് നിലപാട് ആവർത്തിച്ച് പ്രതിരോധ മന്ത്രി രംഗത്തെത്തിയത്. 26,570.80 crores of rupees have already been signed with HAL. 73,000 crores of rupees are in the pipeline. രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി സഭയിൽ മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിരോധ മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് കോൺഗ്രസ് ആവർത്തിച്ചു. റഫാൽ ഇടപാട് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ആവർത്തിച്ചു. ലോക്സഭ പാസാക്കിയ മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് ഇനി 1 ദിവസം മാത്രമാണ് സർക്കാരിന് മുന്നിൽ ശേഷിക്കുന്നത്. അതിനാൽ ഈ സമ്മേളനത്തിൽ ബിൽ പാസ്സാകില്ലെന്ന് ഉറപ്പാണ്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. തുടർച്ചയായ 5ാം ദിവസവും സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ തുടരുന്നു. കൊടുങ്ങല്ലൂരും കൊയിലാണ്ടിയിലും BJP പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. BJPയും CPM-ഉം ചേർന്ന് സംസ്ഥാനത്ത് അക്രമം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഒരു കൈയിൽ അക്രമവും മറുകൈയിൽ ഭരണവുമായി BJPയെ അടിച്ചമർത്താനാണ് CPM ശ്രമിക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 6711ആയി. ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്നുണ്ടായ ഹർത്താലിന് ശേഷം തുടങ്ങിയ അക്രമ സംഭവങ്ങൾക്ക് ഇനിയും പലയിടങ്ങളിലും അറുതിയായില്ല. കൊടുങ്ങല്ലൂരിൽ BJP പ്രവർത്തകൻ സുരേഷിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ബൈക്കിലെത്തിയവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വീട്ടുകാർ പറഞ്ഞു. കൊയിലാണ്ടിയിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞു. അതുലിന്റെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. പാനൂരിനടുത്ത് കൊളവല്ലൂരിൽ വൻ ബോംബ് ശേഖരം കണ്ടെത്തി. ഹർത്താൽ ദിനത്തിൽ പോലീസ് ജീപ്പ് തകർത്ത കേസിലെ പ്രതികൾക്കായി നടത്തിയ റെയ്ഡിനിടെയാണ് ബോംബുകൾ കണ്ടെത്തിയത്. തലശ്ശേരിയിൽ ആക്രമണം നടന്ന വീടുകൾ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള സന്ദർശിച്ചു. പ്രവർത്തകർ ആക്രമണത്തിനിരയായതിനെക്കുറിച്ച് ഗവർണറെയും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തുമെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. കേരളം ഇന്ത്യൻ ഭരണഘടന പരാജയപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സംസ്ഥാനമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു.
ഇതെല്ലാം സമാഹരിച്ച് ഗവർണർക്കും അതുപോലെ കേന്ദ്ര സംവിധാനത്തിനും കേന്ദ്ര പാർട്ടിക്കുമെല്ലാം നൽകാനായിട്ട് BJP തീരുമാനിച്ചിരിക്കുന്നു. നിയമനിർമ്മാണം മാത്രമാണ് ശബരിമല പ്രശ്നപരിഹാരത്തിന് ഏകമാർഗമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. RSS ക്ഷീണിക്കുമ്പോൾ വളരാൻ അവസരം നൽകുന്നത് CPM ആണെന്നും അദ്ദേഹം ആരോപിച്ചു. ആ ക്ഷേത്രമാണെങ്കിലും പള്ളിയാണെങ്കിലും എല്ലാം ചില ആചാരങ്ങളുണ്ടാകും. ആ ആചാരങ്ങളെ നിലനിർത്തുക എന്നുള്ളത് ഭക്തജനങ്ങളുടെ താല്പര്യമാണ്. അവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. കേരളത്തിൽ ഇതുകൊണ്ടൊന്നും BJPക്ക് വേര് പിടിക്കാൻ കഴിയില്ല. പ്രവർത്തകരെ പോലീസ് കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ച ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പേരാമ്പ്ര ജുമാ മസ്ജിദിന് നേരെയുണ്ടായ കല്ലേറിൽ പോലീസ് തയ്യാറാക്കിയ FIR-നെതിരെ മന്ത്രി EP ജയരാജൻ. RSSന്റെ പ്രേരണയിലാണ് പോലീസ് നടപടിയെന്ന് ജയരാജൻ ആരോപിച്ചു. സംഭവം ബോധപൂർവം വഴിതിരിച്ചുവിടാനാണ് പോലീസിന്റെ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്ര ജുമാ മസ്ജിദിന് നേരെയുണ്ടായ കല്ലേറ് മതവികാരം വ്രണപ്പെടുത്താനുള്ള ശ്രമമാണെന്നായിരുന്നു പോലീസിന്റെ FIR. സംഭവത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അതുൽദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് സംഗതികളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നാണ് മന്ത്രി EP ജയരാജന്റെ ആരോപണം. അവിടെ RSSകാരാണ് പള്ളിക്ക് നേരെ എറിഞ്ഞത്. അത് ശരിയായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ചില RSSകാരുടെ പ്രേരണകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. RSSന്റെ ക്യാമ്പുമായി ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്. ബോധപൂർവം തന്നെ അവിടെ തെറ്റായിട്ട് സംഗതികളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഗൗരവത്തിൽ അത് പരിശോധിക്കും. ഒരു കാരണവശാലും പള്ളി ആക്രമിക്കപ്പെടാൻ പാടില്ല. സർക്കാർ ഇത് ഗൗരവമായി എടുക്കും. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റും ഇക്കാര്യം ഉന്നയിച്ച് പോലീസിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഹർത്താൽ ദിവസം മിഠായി തെരുവിലെ സംഘർഷം നിയന്ത്രിക്കുന്നതിലും പോലീസിന് വീഴ്ച പറ്റിയെന്ന് CPM ആരോപിച്ചിരുന്നു. മന്ത്രിസഭയിലെ രണ്ടാമനായ EP ജയരാജൻ തന്നെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണമുന്നയിച്ചത് പാർട്ടിക്കകത്ത് തന്നെയുള്ള അതൃപ്തിയുടെ സൂചനയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കേരള തമിഴ്നാട് അതിർത്തിയായ വാളയാറിൽ 1 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചാവടിക്ക് സമീപം വെച്ചാണ് സ്വർണം കവർന്നത്. പ്രമുഖ ജ്വല്ലറിയിലേക്കായി കാറിൽ കൊണ്ടുവരികയായിരുന്ന സ്വർണമാണ് മറ്റൊരു കാറിലെത്തിയ സംഘം തട്ടിയെടുത്തത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് വിവരങ്ങളുമായി. പ്രസാദ്, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? ദിവ്യ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം. കല്യാൺ ജ്വല്ലറിയിലേക്കുള്ള 1 കോടിയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കൊള്ളസംഘം തട്ടിയെടുത്തിട്ടുള്ളത്. വാളയാറിന് സമീപം തമിഴ്നാട്ടിൽ ചാവടിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കാറിലായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്നിരുന്നത്. ഈ വാഹനത്തെ പിന്തുടർന്നെത്തിയ 2 വാഹനങ്ങളിലായി എത്തിയ ആളുകളാണ് വാഹനം തടഞ്ഞു നിർത്തുകയും ആഭരണങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വാഹനം ഉൾപ്പെടെയാണ് കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളത്. മുമ്പും ഈ ചാവടി മേഖലയിൽ ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരെ പോലീസ് മുമ്പ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുതിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. 1 കോടിയോളം വിലപിടിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഇപ്പോൾ മോഷണം പോയിട്ടുള്ളത്. സംഭവത്തിൽ തമിഴ്നാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളാണ് പ്രസാദ് ഉടുമ്പശ്ശേരി നൽകിയത്. നഷ്ടത്തിലാണെങ്കിൽ KSRTC അടച്ചുപൂട്ടണമെന്ന് സുപ്രീംകോടതി. 4000 കോടിയിലധികം രൂപ നഷ്ടത്തിലാണെന്ന് KSRTC അഭിഭാഷകൻ അറിയിച്ചപ്പോഴാണ് കോടതിയുടെ പരാമർശം. കേസ് വിശദമായ വാദത്തിനായി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. താൽക്കാലിക ജീവനക്കാരുടെ സേവന കാലാവധി പെൻഷന് പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ KSRTC നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി പരാമർശം. ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക്. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് 48 മണിക്കൂർ പണിമുടക്ക്. കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കില്ലെന്നും പണിമുടക്ക് ഹർത്താലായി മാറില്ലെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചു. കേന്ദ്ര നയങ്ങൾക്കെതിരെ അർദ്ധരാത്രി ആരംഭിക്കുന്ന പണിമുടക്ക് ബുധനാഴ്ച വരെ തുടരും. ശക്തമായ പ്രതിഷേധമറിയിക്കാനാണ് 48 മണിക്കൂർ പണിമുടക്ക്. ബലം പ്രയോഗിച്ച് സ്ഥാപനങ്ങൾ അടപ്പിക്കില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ വ്യക്തമാക്കി. ഇത് ന്യായമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതിന് സഹകരിച്ച് വിജയിപ്പിക്കാൻ വേണ്ടതെല്ലാം സ്വമേധയാ ചെയ്യും. ഒരാളെയും മുഷ്ടി ഉപയോഗിച്ചോ ബലം പ്രയോഗിച്ചോ ആക്രമിച്ചോ ഇതിനോട് സഹകരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. വാഹനങ്ങൾ തടയില്ല. ജോലിക്കെത്തുന്നവരെ നിർബന്ധിച്ച് പിന്തിരിപ്പിക്കില്ല. ശബരിമല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ടൂറിസം മേഖലയെയും അവശ്യ സേവനങ്ങളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, മിനിമം വേതനവും പെൻഷനും കൂട്ടുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ.
ഇന്ധന വിലക്കയറ്റം നിയന്ത്രിക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കുക, 10 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് തടയുന്ന മോട്ടോർ വാഹന നിയമ ഭേദഗതി നടപ്പാക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മോട്ടോർ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ബാങ്കിംഗ് സേവനങ്ങളെയും പണിമുടക്ക് ബാധിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.